ഹബീബ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ അഭാവം ഈറണീച്ചു പോയ സഹാബികളുടെ കഥകളാണ്. ഈറണീച്ചു പോയ സഹാബികളുടെ കഥകളാണ്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായ ആ തിങ്കളാഴ്ച ദിവസം കടന്നു. പിറ്റേന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആ പരിശുദ്ധമായ ശരീരമുണ്ട്, അവിടുന്ന് വഫാത്തായി കിടക്കുകയാണ്. ബുധനാഴ്ചയാണ് റസൂലുള്ളാഹിനെ ആ റൗദയിലേക്ക് ഇറക്കി വെച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ അന്നിന്റെ ആ ചൊവ്വാഴ്ച സുബഹിയുടെ സമയത്ത് ആ മദീന മുനവ്വറയിലേക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ച ബിലാൽ മുഅദ്ദിൻ കടന്നു വരികയാണ്. ബാങ്ക് കൊടുക്കാനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്കിന്റെ അമരധ്വനികളാൽ അതേ മദീന മുഖരിതമാവുകയാണ്. പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി വിടവാങ്ങിയതിന്റെ പിന്നാലെ പിറ്റേ ദിവസത്തെ ചൊവ്വാഴ്ചത്തെ ദിവസത്തെ അനുഭവമാണ്. ബിലാലിൽ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാങ്ക് കൊടുക്കുകയാണ് ബിലാലിൽ മുഅദ്ദിന്. തൊട്ടുടനെ അതാ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കിട്ടാതെ അശ്ഹദു അന്ന എന്ന് പറഞ്ഞ പാടെ ബിലാലിൽ മുഅദ്ദിൻ ബോധരഹിതനായി വീഴുകയാണ്. ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് ആ ഹബീബ് വഫാത്തായ പിറ്റേ ദിവസത്തിലെ ചൊവ്വാഴ്ചത്തെ ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ ബോധരഹിതനായി വീണ ബിലാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുകയാണ്. അമീറുൽ മുഅ്മിനായി വരുമ്പോ അമീറുൽ മുഅ്മിനീന്റെ മുമ്പാകെ ചെന്നിട്ട് ബിലാൽ പറയാണ്, അല്ല അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ ഏത് കൽപ്പനയും ശിരസാ വഹിക്കാൻ ഈ പാവപ്പെട്ട അങ്ങയുടെ അനുയായി തയ്യാറാണ്. മാത്രമല്ല അടിമത്തത്തിൽ നിന്ന് മോചനത്തിന്റെ രാജപാര വെട്ടിത്തെളിയിച്ചവരെ സിദ്ദീഖേ, നിങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലാത്ത ഈ മദീനയിൽ ഞാൻ എങ്ങനെ ബാങ്ക് കൊടുക്കാനാണ്? എങ്ങനെ ഹബീബിന്റെ പേര് പറയാനാണ്? ഹബീബിന്റെ ഓർമ്മകളുടെ ഓരങ്ങൾ എന്റെ മനതലങ്ങളിലൂടെ കടന്നു വരുമ്പോ ഹബീബിന്റെ ആ ഭാവത്തില് എങ്ങനെ ബാങ്ക് കൊടുക്കാനാണ് അബൂബക്കറെ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മുതൽ ബാങ്ക് കൊടുക്കാൻ എന്നോട് കൽപ്പിക്കരുത്. മഹാനരായ ബിലാലിൽ മുഅദ്ദിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ബുദ്ധിമാനായ അബൂബക്കർ സിദ്ദീഖ് എന്ന ഭരണാധികാരി ബിലാലിൽ മുഅദ്ദിനെ നിർബന്ധിക്കാൻ പോയില്ല. ആ ബിലാലിൽ മുഅദ്ദിൻ അതാ ബാങ്ക് വിളി ഉപേക്ഷിക്കുകയാണ്. മുഅദ്ദിൻ സ്ഥാനം രാജിവെക്കുകയാണ്. അവസാനം ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള വസ്തുക്കളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി മദീനയിൽ വരുമ്പോ റസൂലില്ലാത്ത മിഹ്റാബ് കാണുമ്പോ, റസൂലില്ലാത്ത മിമ്പർ കാണുമ്പോ, റസൂലുള്ളാഹിന്റെ സാന്നിധ്യമില്ലാത്ത മദീനത്തെ പള്ളിയുടെ ചുമരുകൾ കാണുമ്പോ, റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ മനതലങ്ങളിലൂടെ അലയടിച്ചു വരുമ്പോ ബാഷ്പകണങ്ങളതാ കണ്ണീർ കണങ്ങളായി സകലമായി ഒഴുകുമ്പോ എങ്ങനെ നിൽക്കാനാണ് ഈ മദീന? എങ്ങനെ നിൽക്കാനാണ് ഈ മദീന? നായകന്റെ ഓർമ്മകൾ കൊണ്ട് മനസ്സ് ഇഷ്ടപ്പെടുകയാണ്. ശ്വാസം നിലച്ചു പോവുകയാണ്. ഇല്ല, ഞാനിനി മദീനയിൽ നിൽക്കാൻ എന്റെ മനസ്സിന് കഴിയുന്നില്ല. ഹബീബിന്റെ ഓർമ്മകളെ മനതലങ്ങളിലൂടെ വല്ലാതെ വിമ്മിഷ്ടമായി രൂപാന്തരപ്പെട്ടു പോയ ബിലാൽ നേരെ പോവുകയാണ് സിറിയയിലേക്ക്. ആ സിറിയയിൽ പോകുമ്പോഴും ഹബീബിന്റെ ഓർമ്മകളാണ് കടന്നു വരുന്നത്. ആ സിറിയയിൽ റസൂലുള്ളാഹിന്റെ ഓർമ്മകളുമായി കടന്ന് ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. കൊല്ലങ്ങൾ മാറി മറിയുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഉമർ ബിൻ ഖത്താബ്
റളിയല്ലാഹു അൻഹു ഭരണ സാരഥ്യം ഏറ്റെടുക്കുകയാണ്. അബൂബക്കറിന്റെ വിടവാങ്ങൽ സംഭവിച്ചിരിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് അധികാരിയായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ രണ്ടാമത്തെ പ്രസിഡന്റായി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ തങ്ങള് ബിലാലിൽ മുഅദ്ദിന് വന്നിട്ട് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. മാഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ അമാനലക അൻ തസൂറനി യാ ബിലാൽ. ബിലാലെ, ഇതെന്തൊരു അകൽച്ചയാണ് ബിലാലെ. എത്ര നാളുകളായി മദീനയോട് നീ വിട പറഞ്ഞു പോയിട്ട്, എത്ര കാലമായി മദീനയിൽ നിന്ന് നീ വിട്ടുപോയിട്ട്, ഒന്ന് കടന്നു വരുമോ? ആ മദീനയിലേക്ക് ഒന്ന് വരുമോ? നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു മുത്തുനബി. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ആ രാത്രിയിലെ ഉറക്കിൽ നിന്ന് ബിലാലിൽ മുഅദ്ദിൻ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റുകൊണ്ട് കുതിര പുറത്ത് കയറിയിട്ട് ഇലാ മദീനത്തി റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയുടെ നായകനെ തേടി കടന്നു വന്ന ബിലാലിൽ മുഅദ്ദിന് അകലെ നിന്ന് നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മദീന കാണുകയാണ്. ബിലാല് കരയുകയാണ്. റസൂലുള്ള ഇല്ലാത്ത മദീനയോ, റസൂലുള്ള ഇല്ലാത്ത മിമ്പറോ, റസൂലുള്ള ഇല്ലാത്ത മിഹ്റാബോ, എങ്ങനെ ആയിഷത്തിന് കരയാതിരിക്കാനാണ്? എങ്ങനെ പ്രവാചകന് പ്രണയിച്ചു പോയ പ്രണയി കരയാതിരിക്കാനാണ്? അതാ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ സജലമായി ഒഴുക്കിയിട്ട് മുഹമ്മദുർ റസൂൽ ഓർമ്മകളുടെ ഓരങ്ങളുമായി മദീനയിലെ ആ റൗളയുടെ മുമ്പാകെ വന്ന് നിൽക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരാണ്. താൻ സ്നേഹിച്ചു പോയ പ്രവാചകനെ ആ ഹബീബിന്റെ ഓർമ്മകൾ മനതരങ്ങളിലൂടെ കടന്നു വന്ന ബിലാൽ. അവസാനം ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് സിയാറത്തും ചെയ്ത് പുറത്തേക്ക് വരുമ്പോ ഉമർ ബിൻ ഖത്താബ് എന്ന ഭരണാധികാരി വിളിക്കുകയാണ്. അല്ല ബിലാലെ, ആ മദീനയുടെ നായകൻ മുത്തുനബിയുടെ പരിശുദ്ധമായ സാന്നിധ്യമുള്ള സമയത്ത് അന്നൊരിക്കൽ നീ കൊടുത്ത ബാങ്കിന്റെ ആമരധ്വനി ഒന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹിന്റെ ആ പഴയകാല പ്രതാപകാലത്തെ ഒന്ന് എനിക്ക് എന്റെ മനമുഖരങ്ങളിലൊന്ന് ആസ്വദിക്കാൻ, എനിക്ക് ആ രംഗമൊന്ന് ചിന്തിക്കാൻ, ആ ഒരു അവസ്ഥ ഓർത്തെടുക്കാൻ, ആ ഓർമ്മകളുടെ ഓർമ്മച്ചപ്പുകളൊന്ന് വീണ്ടെടുക്കാൻ ഒരു അവസരം എന്ന നിലക്ക് ബിലാലെ ഒന്ന് കൊടുക്കുമോ ബിലാലെ ബാങ്ക്? ഒന്ന് കൊടുക്കുമോ ബിലാലെ ബാങ്ക്? ഹബീബ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഓർക്കട്ടെ ബിലാലെ. ഉമർ ബിൻ ഖത്താബിനോട് ബിലാൽ താണ് വീണ് കേണിട്ട് പറയാണ്, ഉമറേ, ഹബീബിന്റെ പേര് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല ഉമറേ. അതുകൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അഭാവത്തിൽ ഈ മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയോ സാധ്യമല്ല ഉമറേ. അതിലേക്ക് മാനസികമായുള്ള അവസ്ഥയിലല്ല ഉമറേ ഞാനുള്ളത്. തിരസ്കരിക്കുകയാണ്. നാളുകളേറെ കഴിയുകയാണ്. കൊല്ലങ്ങൾക്ക് ശേഷമുള്ള മാനസികാവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസനും ഹുസൈനും കടന്നു വരികയാണ്. ബിലാൽ ഫാത്തിമാന്റെ പുനാര മക്കൾ വന്നിട്ട് പറയാണ്, ബിലാലെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാമഹന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പായുടെ ആ ഓർമ്മകളുടെ ഓരങ്ങളൊന്ന് കടന്നു വരട്ടെ ബിലാലെ. ആ ഉപ്പാപ്പയുടെ ആ സുന്ദരമായ ആ ഒരു സാഹചര്യം ഞങ്ങളൊന്ന് നിന്റെ ബാങ്കിലൂടെ ആസ്വദിക്കട്ടെ ബിലാലെ. ഒന്ന് കൊടുക്കുമോ ബിലാലെ? പിഞ്ചു മക്കളുടെ അർത്ഥരെ എങ്ങനെ തിരസ്കരിക്കാനാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം താൻ ബാങ്ക് കൊടുക്കാനാണെന്ന് വന്നപ്പോ ബിലാലിൽ മുഅദ്ദിൻ കയറുകയാണ്. അതെ, അല്ലാഹു അക്ബർ. മദീന പ്രകമ്പനം കൊള്ളുകയാണ്. മദീന അതാ ഓർത്തെടുക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു
വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കരകാല ഓർമ്മകളുടെ ഓരങ്ങളിലൂടെ മദീന ഒരു നിമിഷമതാ മിന്നി മറയുകയാണ്. വീട്ടിന്റെ അകത്തളത്തിരിക്കുന്ന സ്ത്രീകൾ കേൾക്കുകയാണ് ബിലാലിന്റെ മധുര മനോഹരമായ ബാങ്കിന്റെ അമരധ്വനികളാണല്ലോ മദീനയിലെ മെമ്പറിൽ നിന്ന്, മദീനയിലെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷികളും പറവകളും അതാ ഒത്തുപാടാൻ തുടങ്ങി, ജീവജാലകങ്ങളതാ ഓർത്തെടുക്കാൻ തുടങ്ങി, സഹോദരിമാര് പറയാൻ തുടങ്ങി റസൂൽ മദീനത്ത് പുനർസൃഷ്ടിക്കപ്പെട്ടോ എന്ന്. വീടിന്റെ അകത്തളങ്ങളിൽ നിന്നവർ ഇറങ്ങി വരികയാണ്. അതേ മദീനത്ത് റസൂൽ വന്നോ, മദീനത്ത് റസൂൽ വന്നോ. ബിലാലിന്റെ അമരധ്വനിയല്ലയോ ആ കേൾക്കണത്. മഹാനായ ബിലാൽ വിളിക്കുകയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീണ്ടും മദീനയിലെ ആരവങ്ങൾ മുഴങ്ങുകയാണ്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി മദീനയിലേക്ക് വരുമ്പോ അതാ ബിലാൽ വിളിക്കുകയാണ് അശ്ഹദു അന്നാ. ബാങ്ക് നിലച്ച് ബിലാലിൽ മുഅദ്ദിൻ ബോധരഹിതനായി വീഴുകയാണ്. റസൂലുള്ളാഹിന്റെ നാമം ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഈ രംഗമൊന്നാലോചിക്കണേ. എന്റെ വാപ്പ മരിച്ചപ്പോൾ എന്റെ ദുഃഖം ഒരു ദിവസമാണെങ്കിൽ, എന്റെ വാപ്പ മരിച്ചപ്പോൾ എന്റെ ദുഃഖം ഒരാഴ്ചയാണെങ്കിൽ, എന്റെ വാപ്പയെ ഞാൻ ഓർക്കുമ്പോൾ കരഞ്ഞതൊരു മാസമാണെങ്കിൽ, എന്റെ വാപ്പയുടെ ആ വേർപാടിനെ കുറിച്ച് ഓർത്തത് ഒരു കൊല്ലമാണ് ആ കരച്ചിലിന്റെ ദൈർഘ്യമെങ്കിൽ, പോലുള്ള പ്രവാചക അനുരാഗികൾ ആ നിലക്കല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഓർമ്മകളുടെ ഓരങ്ങളെ താലോലിച്ചത്. കൊല്ലങ്ങൾക്ക് ശേഷവും ഹബീബിന്റെ പേര് പറയാൻ കഴിയാതെ ആ ഹബീബിനോടുള്ള പരിശുദ്ധമായ ആർദ്രമായ സ്നേഹത്തിന്റെ ആർത്തനാഥങ്ങളതാ ഹബീബിന്റെ ഓർമ്മകളെ അവരുടെ മനതലങ്ങളിലൂടെ നാമിലൂടെ ഹബീബിന്റെ പേര് പറയാൻ പോലും കഴിയാതാക്കിയ മാനസികാവസ്ഥ. അവസാനം കൊല്ലങ്ങൾക്ക് ശേഷവും ബിലാലിൽ മുഅദ്ദിന് ഹബീബ് 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 മുഹമ്മദ് റസൂൽ എന്ന് പറയാൻ കഴിയാത്ത നിലയ്ക്ക് ബിലാലിന്റെ മാനസികാവസ്ഥ മാറിയെങ്കിൽ അതാ ബിലാൽ ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ ഭാര്യ അടുത്തിരുന്ന് കരയുകയാണ്. വാഹസിനാ, എന്റെ ദുഃഖമേ, എന്റെ വേദനയെ, എന്റെ ഭർത്താവിന്റെ വേർപാടാണെന്റെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കരയാൻ പോകുമ്പോ ഭാര്യ വിളിച്ചുകൊണ്ട് ബിലാലിൽ മുഅദ്ദിൻ പറയാണ് പെണ്ണേ, നീ കരയുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടിയാകണം, എനിക്ക് വേണ്ടി നീ കരയരുത്. വദല്ല ഹിബ്ബതാ മുഹമ്മദൻ വഹിസ്ബാ. എന്റെ സന്തോഷമേ, എന്റെ ആനന്ദമേ, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ് മദീനത്തെ എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ മുത്തുനബി, മുത്തുനബി, മുത്തുനബിയെ കൊള്ളയാണ് പെണ്ണെ ഞാൻ പോകുന്നത്. അതുകൊണ്ട് മരണത്തിൽ എനിക്ക് വേദനിക്കാനില്ല, മരണത്തിൽ ഞാൻ വേദനിക്കുന്നില്ല. എന്റെ കാര്യത്തിൽ ഓർത്ത് നീ വിലപിക്കരുത്. ഇതെന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്, ഒന്ന് മരിച്ചു കിട്ടലാണ്. അങ്ങനെ എന്റെ നേതാവുമായി ചേരാനുള്ള ഏറ്റവും വലിയ അസുലഭ നിമിഷമേ കടന്നു വരണേ എന്ന് പറഞ്ഞു ബിലാൽ മരണത്തെ അതാ വെൽക്കം ചെയ്തുകൊണ്ട് പുഞ്ചിരി തോകുന്ന വദനത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള